ഹലോ വെൽക്കം ടു നോവാസാസ. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഗ്രീൻ വിൻറ്റേജ് ജേർണൽ സപ്ലൈസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെ ഉണ്ട്. ഫ്ലവർ സ്റ്റിക്കേഴ്സും ലീഫ് സ്റ്റിക്കേഴ്സും കോട്ട് ലേബിൾസും പിന്നെ വാഷി ടേപ്സ്, പാറ്റേൺ പേപ്പേഴ്സ്, ജേർണൽ ബുക്ക്, പിന്നെ ഇതൊക്കെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ജേർണൽ സപ്ലൈസ് ആണ്. ഒക്കെ സിമ്പിളുമാണ്. ഫസ്റ്റ് തന്നെ പാറ്റേൺ പേപ്പേഴ്സിലാട്ടോ ആദ്യം തന്നെ പോണേ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഗ്രീൻ വിൻറ്റേജ് ആണല്ലോ പറഞ്ഞത്. അപ്പം ഗ്രീൻ പേപ്പേഴ്സ് കുറച്ച് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഗ്രീൻ പേപ്പേഴ്സൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ പാറ്റേൺ ആയിട്ട് പെയിൻ്റാണ്, ഞാൻ സ്കെച്ച് എടുത്തിട്ടില്ല. പെയിൻ്റ് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് സംഭവങ്ങളാണ്. അതിങ്ങനെ പരന്നിരിക്കുമ്പോഴൊക്കെ ഒരു ഭംഗി ഉണ്ടാവും വിചാരിക്കണം. അപ്പോൾ അങ്ങനത്തെ ഒന്നും ഉണ്ടായി ശരിക്കും കുളമായതാണ്. പിന്നെ കുറച്ച് വേറെയും കുറേ എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് ലീഫായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പാറ്റേൺ പേപ്പേഴ്സ് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ വേറൊന്നെന്ന് വെച്ചാൽ നമ്മൾ ഈ കുപ്പിയുടെ ഒക്കെ മൂടി ഉണ്ടാവില്ലേ, അത് വെച്ചിട്ടൊക്കെയാണ്. അത് അങ്ങനെ ഉണ്ടാവും. പിന്നെ ഇത് ഹാർട്ടിൻ്റെ, പിന്നെ ഇത് ഈ സിക്സാക്ക് പോലത്തെയാണ്. അതും വളരെ എളുപ്പമാണ് ചെയ്യാൻ. പിന്നെ നമുക്ക് നേരെ വാഷി ടേപ്പ് പോവാം. അവിടെ നമുക്ക് കുറച്ച് വാഷി ടേപ്പ് ഇങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്നൊക്കെ അറിയാമല്ലോ. അങ്ങനെ കട്ട് ചെയ്യാൻ ഞാൻ ഇപ്പോൾ കുറച്ച് ബുഷസ് പോലെ, ഗ്രീൻ ബുഷസ് പോലെ കുറച്ച് വരച്ചിട്ടുണ്ട്. എന്നിട്ട് നടുകൾ കട്ട് ചെയ്താൽ നമുക്ക് 2 കിട്ടും. അപ്പോൾ അങ്ങനെ കുറച്ച് വലിപ്പത്തിലുള്ള പിന്നെ അങ്ങനത്തെ കുറച്ചെണ്ണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു സർക്കിളായിട്ട് ഇങ്ങനെ വാഷി ടേപ്പിൻ്റെ ആ ഒരു ഇതിൽ വരണമല്ലോ. അപ്പോൾ അതിന് പേപ്പർ റോൾ ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് ലോക്ക് ചെയ്യാൻ ഈ പേപ്പറായിട്ട് ഇങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് നേരെ സ്റ്റിക്കേഴ്സിലേക്ക് പോവാം. സ്റ്റിക്കേഴ്സ് കുറച്ചെണ്ണം ഞാൻ പിൻട്രസ്റ്റ് അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ ഗൂഗിളിലാണ് എടുത്തത്. ഗൂഗിളിൽ നിന്ന് ഇങ്ങനെ ട്രേസ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വരക്കാം. അങ്ങനെ ഞാൻ ഫ്ലവേഴ്സ്, ലീവ്സ്, പിന്നെ ഈ ബട്ടർഫ്ലൈസ്, ഗേൾ സ്റ്റിക്കേഴ്സ് ഒക്കെ ഇടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ പെയിൻറ്റ് ചെയ്യുക. എന്നിട്ട് ഇതേപോലെയൊക്കെ കട്ട് ചെയ്യുക. കുറച്ച് വൈറ്റ് ഭാഗം ഒന്ന് വിട്ടാൽ നന്നായിരിക്കും. എന്നിട്ട് ഇതൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ ട്രാൻസ്പാരൻറ്റ് ഷീറ്റിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇത് ഈ സ്റ്റിക്ക് ഗ്ലൂ വെച്ച് ഒട്ടിച്ചാൽ പിന്നെ ഉപയോഗിക്കുന്ന സമയത്ത് വെള്ളം വെച്ചൊന്ന് തൊട്ടുകൊടുത്താൽ മതി. അപ്പോൾ അവിടെ ഒട്ടിയിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുക. പിന്നെ അത് ഒരു അലങ്കാര പരിപാടിക്ക് ഞാൻ ലീഫിൻ്റെ, ബട്ടർഫ്ലൈ സ്റ്റിക്കേഴ്സ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് എല്ലാതും ഇതേപോലെ ചെയ്യാം. എന്നിട്ട് അടുത്താണ് ലേബിൾസ് എല്ലാതും പിൻട്രസ്റ്റ് നോക്കിയിട്ട് തന്നെ ചെയ്തത്, അല്ലെങ്കിൽ ഗൂഗിളിൽ നോക്കി ചെയ്യുക. അങ്ങനെ കുറേ ഉണ്ടാക്കിയത്. ഇങ്ങനത്തെ ഒന്ന് ഞാൻ എൻ്റെ ഒരു മനസ്സിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. വലിയ രസമൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ എല്ലാതും കട്ട് ചെയ്യുക. അതും കുറച്ചൊന്ന് ഗ്യാപ്പ് ഇട്ട് കട്ട് ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടി വൃത്തി ഉണ്ടാവും. എന്നിട്ട് ഞാൻ ഒരു ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ഇങ്ങനെ ഒരു ബാഗ് ഉണ്ടാക്കി. ഈ ബാഗിനാണ് വീട് ഞാൻ ഇടാൻ മറന്നതാണ്. എന്നിട്ട് ഇങ്ങനെ എടുത്തിച്ച് എന്നിട്ട് നമുക്ക് കുറച്ച് ലേബിൾസ് ഉണ്ടാക്കാതെ ഇതേപോലത്തെ കുറച്ച് ലേബിൾസ് ആദ്യം അതിന് തന്നെ ഗ്രീൻ പേപ്പർ കുറച്ച് വേണം പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പേപ്പേഴ്സൊക്കെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്യുക. എന്നിട്ട് അതിൽ ഞാൻ കുറച്ച് ഗൂഗിളിൽ നോക്കിയിട്ട് ഇങ്ങനെ എടുത്ത് എഴുതിയതാണ്. അങ്ങനത്തെ കുറച്ചൊക്കെ എടുത്ത് എഴുതുക. പഴയ ഇംഗ്ലീഷ് ടെക്സ്റ്റിലൊക്കെ നോക്കി എഴുതുക. പിന്നെ അടുത്താണ് സ്റ്റാമ്പ്സ്. അതേപോലെ പേപ്പർ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ 4 മടക്കുക. എന്നിട്ട് ഇങ്ങനത്തെ ഒരു സിസർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇതിട്ട് പെട്ടെന്ന് ആവും. പിന്നെ ഇങ്ങനെ കട്ട് ചെയ്യുക. എന്നിട്ട് ഈ ഭാഗത്ത് കുറച്ച് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് മെല്ലെ കട്ട് ചെയ്ത് തുറക്കുമ്പോൾ കണ്ട അങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ വേണം നമുക്ക് സ്റ്റാമ്പ് ഉണ്ടാക്കുമ്പോൾ. അപ്പം അങ്ങനെ കട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതിനൊരു ബോർഡർ വെച്ചെടുക്കുക. എല്ലാത്തിനും ഇങ്ങനെ ബോർഡർ വരച്ചെടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ പെയിൻറ്റ് ചെയ്താൽ മതി. ഞാൻ കുറച്ച് ഭംഗി വന്നാൽ വേണ്ടിയിട്ട് പെയിൻറ്റ് ചെയ്തതാണ്. കുറച്ച് ഫ്ലവേഴ്സോടൊക്കെ വരച്ചെടുക്കുക. ഇതേപോലെ വരയ്ക്കണമെന്നില്ല, ഗൂഗിളിലൊക്കെ ഉണ്ടാവും, നോക്കിയാൽ മതി. അടുത്ത ഫിലിം സ്ട്രിപ്സാണ്. അതിന് ഇങ്ങനത്തെ പേപ്പർ കട്ട് ചെയ്യുക. ഞാൻ കുറച്ച് ഗ്രീന് പെയിൻറ്റ് കുറച്ചിങ്ങനെ തെറിപ്പിച്ച പോലെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. കുറച്ചൊരു ഭംഗി തോന്നാനാണ്. എന്നിട്ട് ഇതേപോലെ ഇത് ഭയങ്കര സിമ്പിളായി ചെയ്യാൻ. ഇതേപോലെയൊക്കെ ചെയ്താൽ മതി. എന്നിട്ട് ഇതെങ്ങനെ ബ്ലാക്ക് കൊടുക്കുക. ഇതേപോലെ ഫിലിം സ്റ്റിക്സായി മാറും. അടുത്ത സ്റ്റിക്കി നോട്ടാണ്. ട്രാൻസ്പാരൻറ്റ് ഷീറ്റിൽ ബ്ലാക്ക് പെയിൻറ്റ്, യെല്ലോ, ഗ്രീന് അങ്ങനെയൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളമാക്കി കൊടുത്താൽ അങ്ങനെ വെള്ളം പോലെ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് പേപ്പർ എടുത്തിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ അതിമത്തെ പെയിൻറ്റൊക്കെ ഈ പേപ്പറിമൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ ഗ്രീനി സ്റ്റിക്കി നോട്ടുണ്ടാവും. ഇത്രണ്ണുള്ള പരിപാടി. എന്നിട്ട് കുറച്ച് അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്തിട്ട് ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ സ്റ്റിക്കി നോട്ടായി. ഇതൊക്കെ ഗ്രീനായിട്ട് ചെയ്യണത് ഗ്രീൻ വിൻറ്റേജ് ജേർണൽ ആയതുകൊണ്ടാണ്. വേറെ കളറൊക്കെ ചെയ്യാട്ടോ. അടുത്തതാണ് ഫ്ലവർ സ്റ്റിക്കേഴ്സ് കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അതേപോലെ കിട്ടും. അങ്ങനത്തെ കുറേ എണ്ണം ഞാൻ സെർച്ച് ചെയ്തത് സെലക്ട് ചെയ്തെടുത്തതാണ്. ഇതൊക്കെ ഇങ്ങനത്തെ കുറച്ച് പെയിൻറ്റുകളൊക്കെ സർക്കിൾ പോലെ എങ്ങനത്തെ ഷേപ്പിൽ വരയ്ക്കുക, ഒക്കെ ഭംഗി ഉണ്ടാവും. അങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ബ്ലാക്ക് പെയിൻറ്റിട്ട് വരയ്ക്കുമ്പോൾ കുറച്ചുകൂടി രസം ഉണ്ടാവും. അങ്ങനെ ഇല, പൂവ് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വരയ്ക്കുക. അങ്ങനെയൊക്കെ കുറച്ച് വരയ്ക്കുക. വരച്ചതിന് ശേഷം ഇതൊക്കെ കട്ട് ചെയ്തിട്ട് മുന്നേ വന്ന സ്റ്റെപ്പ് തന്നെ അതിന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ജേർണൽ ഡയറി ഉണ്ടാക്കാൻ ഇതെടുക്കുക. കുറച്ച് പേപ്പറുകളൊക്കെ എടുക്കുക. 2 മടക്കുക. എന്നിട്ട് അതൊക്കെ കൂടി ഗ്ലൂ ആയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ടൊരു കാർഡ്ബോർഡിൻ്റെ ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ മേലെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, ആ ഒരു കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ഒരു
കാർഡ്ബോർഡ് ഭയങ്കര ബോറായിരിക്കണില്ല, അതൊക്കെ ഒന്ന് ഗ്രീൻ വിൻഡ് ജേർണലാക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ മേലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഒരു ബ്രൗൺ പേപ്പർ എടുത്തിട്ട് അതൊന്ന് കീറി അവിടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഞാൻ അത് ഒട്ടിക്കാൻ വിചാരിച്ചിരുന്നു, പക്ഷെ അത് തീരെ രസമില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ച് എന്നിട്ട് നടുവിൽ കുറച്ചൊരു വൈറ്റ് പോർഷൻ ഞാനിങ്ങനെ വിട്ട് വെച്ചിട്ടുണ്ട്, അവിടെ വേറെ പണി ചെയ്യാനാണ്. അതുകൊണ്ട് ഒട്ടിച്ച് കൊടുത്ത്. പിന്നെ ഇത് എൻ്റെ അനിയൻ ഉണ്ടാക്കിയാണ്. ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് പേപ്പർ എടുത്തിട്ട് ഓനായ്മ കുറേ ഇരുന്ന് ഇങ്ങനെ എഴുതിയതാണ്. അത് നല്ല ഇഷ്ടമായി, ഒരു അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഞാനത് അവിടെ ഒട്ടിച്ചെടുത്ത്. എന്നിട്ട് ഈ ബാക്കി വൈറ്റ് പോർഷൻ പറഞ്ഞില്ല, അവിടെ അങ്ങനെ സർക്കിളൊക്കെ ഒട്ടിച്ചെടുത്ത്. എന്നിട്ട് ഞാൻ ഉണ്ടാക്കിയിരുന്നൊരു സ്റ്റിക്കർ, ബട്ടർഫ്ലൈൻ്റെ സ്റ്റിക്കർ എടുത്തിട്ട് ഒട്ടിച്ചെടുത്ത്. എന്നിട്ടൊരു കോട്ടൺ നോട്ട് കൊടുത്തിട്ട് അവിടെ ഒട്ടിച്ചെടുത്ത്. അപ്പോൾ എന്നിട്ട് മേലെ ഇങ്ങനെ ജേർണലിനൊക്കെ എഴുതി അടിപൊളിയാക്കി എഴുതി. അത്രയുള്ള പരിപാടി, സിമ്പിളാണ്, ചെയ്ത് വെക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഫുള്ള് ചെയ്ത ജേർണൽ സപ്ലൈസ്, ഹോം മെയ്ഡ് ജേർണൽ സപ്ലൈസ്. എന്നിട്ട് ഈ ജേർണൽ സപ്ലൈസൊക്കെ വെച്ചിട്ട് നമുക്കൊരു ജേർണൽ ചെയ്യാനിരിക്കുന്നത് മോശമില്ല.